മലയാള സീരിയൽ പ്രേമികളുടെ പ്രിയ നടിയാണ് ലക്ഷ്മി പ്രമോദ്. രണ്ടാമത്തെ കൺമണിയുടെ ജന്മം കൊണ്ട് അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ലക്ഷ്മി സാമൂഹ്യമാധ്യമങ്ങളിൽ സജീവമാണ്. അർത്ഥവത്തായ വാക്കുകൾ പങ്കുവച്ചും വ്യത്യസ്തമായ ചിത്രങ്ങൾ പങ്കിട്ടുമാണ് ലക്ഷ്മി ആരാധകരിലേക്ക് എത്താറുള്ളത്. തൻ്റെയും മകൻ്റെയും മകളുടെയും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ലക്ഷ്മി എത്താറുണ്ട്. ഇപ്പോൾ മകൻ്റെ ആശുപത്രിവാസത്തെക്കുറിച്ചാണ് ലക്ഷ്മി പങ്കുവച്ച കുറിപ്പാണ് വൈറലാകുന്നത്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ വാസം ഉണ്ടായിരുന്നു. ഇത്തവണ ആയിരുന്നു രോഗി. പനിയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ചുമയും ശ്വാസം മുട്ടുമായിരുന്നു. നല്ല ശ്വാസം മുട്ടുണ്ട്. ഓക്സിജൻ ഇംബാലൻസ് ആകാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ നേരെ PICUവിൽ ഷിഫ്റ്റ് ചെയ്തു. അഡ്മിറ്റാക്കി. പിന്നീടുള്ള ദിവസങ്ങൾ യുദ്ധം തന്നെയായിരുന്നു. കയ്യിലും കാലിലുമൊക്കെ മാറി മാറി കാനുല, ആൻറ്റിബയോട്ടിക്, ആവി പിടിക്കൽ ഒക്കെയായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി ആദവും ഞങ്ങളും. കുഞ്ഞുങ്ങൾക്ക് എന്തേലും അസുഖം വന്നാൽ പെട്ടെന്ന് പോകുന്നത് പേരൻസ് ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, അവരുടെ വേദനയും പിടിവാശിയും നിർബന്ധങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഹെൽപ്ലെസ് ആകും. ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് 3 ആൾക്കും പനിയും ചെസ്റ്റ് ഇൻഫെക്ഷനുമായി. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. ഈ വീഡിയോ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. ഇതിവിടെ കിടക്കട്ടെ. ഇവരൊക്കെ വലുതാവുമ്പോൾ കാണാമല്ലോ ഈ നിമിഷങ്ങൾ. ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. ആദു സുഖം പ്രാപിച്ചു വരുന്നു. നിങ്ങളുടെ എല്ലാ സന്ദേശങ്ങളും ഞങ്ങൾ കണ്ടു. ആശങ്കകൾക്കും പ്രാർത്ഥനകൾക്കും വളരെ നന്ദി. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹമെന്നാണ് ലക്ഷ്മി കുറിച്ചത്. ഷോർട്ട് ഫിലിമുകളുടെ അഭിനയരംഗത്തേക്ക് കടന്നു വന്ന ലക്ഷ്മി മിനിസ്ക്രീനിൽ മിന്നും താരമായിട്ടാണ് വളർന്നു വന്നത്. പ്രത്യേകിച്ച് നെഗറ്റീവ് കഥാപാത്രങ്ങൾ ഏറ്റെടുക്കാറുള്ള താരം മിനിസ്ക്രീനിൽ പ്രതിനായികാവേഷങ്ങളും ചെയ്യുന്ന മുൻനിര താരങ്ങൾക്കൊപ്പമാണ് സ്വയം അടയാളപ്പെടുത്തിയത്. കൊല്ലം സ്വദേശിനിയായ ലക്ഷ്മി +1 പഠിക്കുമ്പോഴാണ് കൈരളി TVയിൽ സംപ്രേഷണം ചെയ്യുന്ന മുകേഷ് കഥകൾ എന്ന സീരിയലിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പഠനകാലത്തിൽ തന്നെ നൃത്തത്തിലും കഴിവ് തെളിയിപ്പിച്ച താരം അവതാരകയായും മിനിസ്ക്രീനിലെ വില്ലത്തിയായും ലക്ഷ്മി തിളങ്ങി. പരസ്പരത്തിലെ സ്മൃതി മുതൽ ഏറ്റവും ഒടുവിൽ ചെയ്ത മീര എന്ന കഥാപാത്രം വരെ പ്രേക്ഷകരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്നതാണ്.